ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. നമ്മളതിനാവശ്യമുള്ള മെസറല ചീസൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തോന്നിയപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ ഓർഗാനയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിസ്സയുടെ ബേസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ലൈറ്റ് ചൂടുള്ള വെള്ളം കേട്ടോ, അധികം ചൂടുള്ള വെള്ളം എടുക്കരുത്, ഇളം ചൂടുള്ള വെള്ളം എടുക്കണം. ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. അതായത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് ഒരു 1.5 ഗ്ലാസ് അളവാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ട് നമുക്ക് കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് ഒരു ബൗളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ലൂസെന്ന് പറഞ്ഞാൽ അത്ര ലൂസും അല്ല, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു ഇതിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇതേപോലെ കുഴച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുമ്പോൾ നമ്മളിത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും നമ്മുടെ കയ്യിൽ നിന്നും ഒക്കെ വിട്ട് വരുന്ന ഭാഗത്തിൽ നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തി മാവ് പോലെ നല്ല കട്ടിക്കല്ല, കുറച്ച് അങ്ങോട്ട് ലൂസിൽ നന്നായിട്ട് നമ്മുടെ പിസ്സ ഉണ്ടാക്കാനുള്ള ഡൗ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടി അങ്ങോട്ട് മുകളിൽ ഒഴിച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ശേഷം നമ്മൾ ചിക്കൻ പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനിൽ ഞാൻ ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, നാരങ്ങ നീരൊക്കെ ഒഴിച്ചത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം നോക്കിയപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഒറിഗാനോ ഇല്ല കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പിസ്സയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പനിക്കൂർക്ക നിൽക്കുന്നുണ്ട്. പനിക്കൂർക്കയാണല്ലോ ഈ ഒറിഗാനോ. അപ്പോൾ ഞാൻ കുറച്ചൊരു 4-5 ഇല പൊട്ടിച്ചിട്ട്, അതൊരു ടിപ്പാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒറിഗാനൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ തുളസിയും പൊട്ടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തുളസിയും കൂടി പൊട്ടിച്ചിട്ട് നന്നായി വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രൈ പാനിലിട്ടിട്ട് നന്നായി അതൊന്നും എന്താ പറയുക, ചൂടാക്കി എടുക്കില്ലേ, നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ തൊട്ടാൽ പൊടിയണ ആ പാകത്തിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ ഇലകളൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല വെയിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ വെയിലത്തൊക്കെ വെച്ച് നന്നായി പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലതാണ് കേട്ടോ. ഓർഗാനോ നിങ്ങൾക്ക് കടന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇലയൊക്കെ നമുക്ക് ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർഗാനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എത്രയ്ക്കാണ് വേണ്ടോ. ഇത് നന്നായിട്ട് പനിക്കൂർക്കയും തുളസിയും കൂടിയിട്ട് ഇതുപോലെ പാനിൽ നിന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ നല്ല ചൂടായി കഴിഞ്ഞാൽ തന്നെ പിരിപിരിന്നനെ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒറിഗാനൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ പെട്ടെന്ന് പിസ്സയൊക്കെ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ, ഒറിഗാനോ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ പനിക്കൂർക്കൊക്കെ ഇങ്ങനെ നന്നായി പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അതിനുശേഷം കണ്ട കൈ കൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാനൊക്കെ ഇത് മതി കേട്ടോ. സെറ്റാണ്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഒറിഗാനോ ഒന്നും ഇല്ലെങ്കിൽ പിസ്സ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. കണ്ട സെറ്റായിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങോട്ട് തിരുമ്മി കഴിഞ്ഞാൽ മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി ചൂടായി കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഒറിഗാനോ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം നമ്മളൊരു 10 മിനിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നമ്മുടെ മാവാകുമ്പോഴേക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാനൊക്കെ നന്നായി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൊസറല്ല ചീസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയത് ഈ മൊസറല്ല ചീസ്. അപ്പോൾ ഞാൻ അതൊന്ന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മൊസറല്ല ചീസ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നമുക്കിതുപോലെ പിസ്സയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ മൊസറല്ല ചീസ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് കേട്ടോ അന്ന് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള 2 ചേരുവകൾ വെച്ചിട്ട്
നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ അതൊക്കെ എല്ലാം മുൻകൂട്ടിയിട്ട് സെറ്റാക്കി വെക്കുക കേട്ടോ, ഗ്രേറ്റ് ചെയ്ത് വെക്കണതാണ്. ആയിട്ട് നമുക്ക് പിസയിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു തക്കോളി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവുന്നതിന് ശേഷം തക്കാളിയുടെ തൊലിയൊക്കെ നമുക്ക് ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ പിന്നെ അതൊന്ന് ജസ്റ്റ് അരിഞ്ഞ് നമുക്ക് മിക്സിയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഒരു തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാം. പിന്നെ അതേ ഒരു 4-5 ഒറ്റ വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കുക്കുമ്പറിൻ്റെ കഷ്ണം പീസാക്കിയതും കുറച്ച് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കിയിട്ട് ഒന്ന് വരാട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വരാട്ടോ. അതിന് ശേഷം നമ്മുടെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ തക്കാളിയും സബോളയും കുക്കുമ്പറൊക്കെ ഇല്ലേ, കുക്കുമ്പറല്ല നമ്മുടെ ക്യാപ്സിക്കം തെറ്റിപ്പോയതാണ്. ക്യാപ്സിക്കം കൂടി ഒക്കെ കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് നമ്മുടെ പാനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് പൊടികളും ഇടണം, അത് ഞാൻ പറയാം. ആദ്യം തന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തന്നെ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സോസിലേക്ക് മുളക് പൊടിയും കൊട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പിസ്സയുടെ സോസൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഈ സോസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കടയിൽ നിന്ന് ഇപ്പോൾ പാക്കറ്റായിട്ടൊക്കെ പിസ്സ സോസൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് പിസ്സയാണ്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ടൊമാറ്റോ അരച്ചതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സോസും കൂടി ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സോസും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒറിഗാനോയും കൂടി നമുക്ക് ഈ സോസിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡോ ഇല്ലേ, അത് ഒരു 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിസ്സ നമ്മൾ ഓവനിലൊന്നല്ല കേട്ടോ ഉണ്ടാക്കണത്. നമ്മൾ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കണ പോലെ വട്ടച്ചെമ്പിൽ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് എല്ലായിടത്തും ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഈ കേക്കിൻ്റെ പാത്രം ഇല്ലയെന്ന് വെച്ചാൽ ഗട്ടിയായിട്ടുള്ള നല്ല അലുമിനിയം പാത്രം എടുത്തിട്ട് അതിലായാലും മതി, അല്ലെങ്കിൽ നമ്മുടെ കുക്കറിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം ഓയിൽ നന്നായി ഒഴിച്ചതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും മൈദ ചെല്ലുമ്പോൾ ഇങ്ങനെ സൈഡൊന്നും ഒട്ടിപ്പിടിക്കില്ലല്ലോ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാൻ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുക്കണില്ല, ഇതേപോലെ ആക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡോ എടുത്തിട്ട് നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു മീഡിയം ടൈപ്പിലുള്ള കനത്തിലാക്കി കൊടുക്കണത്. വേണമെങ്കിൽ ഇത് 2 പ്രാവശ്യമായിട്ട് 2 പാത്രത്തിലാക്കായിരുന്നു. ഞാനിപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കണത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് വെക്കണം കേട്ടോ. ജസ്റ്റ് ഒരു ഹൈറ്റ് വരുന്ന ഒരു സംഭവമല്ലേ പിസ്സ, കുറച്ച് ഹൈറ്റ് വരും കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. മൊത്തം പരത്തിയതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ സോസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണത്. കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോസൊക്കെ നമ്മളിതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണതല്ലേ, അപ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ അത് നന്നായി വീർക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ മൊത്തം ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഈ സോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഇല്ലേ, അത് മൊത്തം നമ്മുടെ പിസ്സയുടെ ഉള്ളിൽ നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയതിന് ശേഷം നമ്മുടെ പിസ്സയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പീസാക്കിയാലാണ് നമുക്ക് കടിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ വലിയ പീസായിട്ടാണല്ലോ ഞാൻ വറുത്തത്. അപ്പോൾ കൈകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ്. എന്നിട്ട് മൊത്തം എല്ലാ ഭാഗത്തും കിട്ടണ വിധം എല്ലാ ഭാഗത്തേക്കും ഞാൻ ചിക്കൻ ഇങ്ങോട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പരത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൊസറല്ല ചീസ് ഇല്ലേ, ഞാൻ മൊസറല്ല ചീസ് മൊത്തമായിട്ട് നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണ് കേട്ടോ. സിമ്പിളായിട്ടാണ് നമുക്ക് മൊസറല്ല ചീസ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെയൊക്കെ പിസ്സ ഉണ്ടാക്കണമെങ്കിൽ സുഖമാണ് കേട്ടോ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷേപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച കളറുള്ള ക്യാപ്സിക്കായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞയും ചുവപ്പൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സബോളയും ഞാനിതുപോലെ ഒന്ന് ജസ്റ്റ് വലുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പിസയുടെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒലിവ് കായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള പിസയ കാരണം അതൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ കടയിൽ മേടിക്കുന്നേക്കാളും അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ഇതുവിധം ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കാരണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ സബോളയും ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്ലൈസ് ചീസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊരു 2 പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടിയും ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ടേസ്റ്റ് അങ്ങോട്ട് കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാനുള്ള തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റിങ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ പിസ്സ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടിയും വെക്കും കേട്ടോ. ഞാനൊരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പിസയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചീസൊക്കെ നന്നായി അലിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമായിരുന്നു കേട്ടോ പിസയുടെ. നമുക്കപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പിസ ഉണ്ടാക്കാൻ പൂതി തോന്നുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ കുറച്ച് റേറ്റിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് പിസ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.